ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ഒരു നോമ്പ് തുറ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ മുട്ട ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കാം. മുട്ട ആവുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. മൈദ, കടലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അധികം ലൂസാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് പുഴുങ്ങിയ മുട്ട കഷ്ണങ്ങളാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ബാറ്ററിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി നമ്മുടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ തട്ടുകടയിലേക്ക് നിന്നൊക്കെ കിട്ടുന്ന ഒരു ചമ്മന്തി. ഉള്ളി, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര എന്നിവ മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് അടിച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിഫ്രഷിംഗ് ആയിട്ട് ഒരു പൈനാപ്പിൾ ലൈം തയ്യാറാക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് ഒരു മുറി നാരങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുതിനയില, വെള്ളം, പിന്നെ ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ നമ്മുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു ഷമാം ഷേക്ക് കൂടി ഉണ്ടാക്കിയെടുക്കാം. ഷമാം മിക്സിയിലേക്ക് ഇട്ട് ബദാം, മിൽക്ക്, ബൂസ്റ്റ് എന്നിവ ഇട്ട് കൊടുത്ത് പഞ്ചസാര, ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ഗൈസ്.